എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ഞാനൊരു സ്ത്രീപക്ഷപാതിയാണ്. ഒരു സ്ത്രീപക്ഷപാതിയായ ഒരു പുരുഷനാണ്. അതിൻ്റെ കാരണം എൻ്റെ അച്ഛനമ്മമാരുടെ ദാമ്പത്യത്തിൽ എൻ്റെ അമ്മ അനുഭവിക്കുന്ന വിഷമങ്ങൾ ഏറ്റവും അടുത്തു നിന്ന് കണ്ട മകൻ ഞാനായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യമുണ്ടായ 3 ആൺമക്കളിൽ മൂന്നാമൻ ഞാനായിരുന്നു. അപ്പോൾ എൻ്റെ അനുജത്തി എന്നേക്കാൾ 10 വയസ്സിനുള്ളതാണ്. അപ്പോൾ 10 വർഷം അമ്മയുടെ ഏറ്റവും ചെറിയ മകൻ ഞാനായിരുന്നു. അപ്പോൾ 10 വർഷം അമ്മയുടെ ലാളന അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ അമ്മയും അച്ഛനും തമ്മിലുള്ള കലഹങ്ങൾ, അപ്പോൾ പ്രധാനമായിട്ടും അച്ഛനും അമ്മയും തമ്മിലുള്ള ഈ കലഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ പറഞ്ഞ സ്ത്രീ കേൾക്കണം, അനുസരിക്കണം എന്നുള്ള അച്ഛൻ്റെ ഡിമാൻഡും, എനിക്ക് എൻ്റേതായ വ്യക്തിത്വം ഉണ്ടെന്ന് പറയുന്ന അമ്മയുടെ നിലനിൽപ്പും, അമ്മയുടെ ഒരു നിലയും, ഇത് തമ്മിലുള്ള സംഘടന. പിന്നെ അച്ഛൻ നല്ല മദ്യപാനായിരുന്നു. അപ്പോൾ ഈ ഒരു ഭർത്താവിൻ്റെ മദ്യപാനം ഭാര്യയെ എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കുട്ടിക്കാലം വരെ ഞാൻ മദ്യത്തെ വെറുത്തു. ഞാൻ ലഹരി ഒന്നും ഉപയോഗിച്ചിട്ടില്ല, മദ്യപിച്ചിട്ടില്ല, സിഗരറ്റ് വലിച്ചിട്ടില്ല. അതിന് കാരണം ഇതാണ്. അപ്പോൾ അന്ന് മുതൽ എൻ്റെ പ്രായമായി കഴിഞ്ഞ് എൻ്റെ സിനിമയിൽ വന്ന് ഒരു ഫിലിം ഡയറക്ടറായി കഴിഞ്ഞപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരു സ്ത്രീ പക്ഷപാത സിനിമ എടുക്കണം, സ്ത്രീകൾക്ക് വേണ്ടി ഒരു സിനിമ എന്ന് പറഞ്ഞാൽ പുരുഷ മേധാവിത്വത്തെ എതിർക്കുന്ന ഒരു സിനിമ. അതുപോലെ മാത്രമല്ല, സ്ത്രീ അവളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. വിവാഹം എന്ന് പറയുന്നതല്ല ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇങ്ങനെയുള്ള ഒരു സിനിമ എടുക്കണം എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. മോഹിനിയാട്ടം എന്നുള്ള സിനിമ പ്ലാൻ ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഇത് ഓടിയില്ലെങ്കിലും എനിക്ക് നിലനിൽക്കാൻ കഴിയുമെന്ന അവസ്ഥ ചട്ടമ്പിക്കല്യാണി തന്നു. ചട്ടമ്പിക്കലിന് വലിയ വിജയമായിരുന്നു. ശശികുമാർ സാർ സംവിധാനം ചെയ്തു. പിന്നെ ശശികുമാർ സാറിനെ വെച്ച് സമാന്തരമായിട്ട് കൊമേഴ്ഷ്യൽ സിനിമകൾ എടുക്കാനും ഞാൻ തീരുമാനിച്ചു. അടൂർ ഭാസി ചേട്ടനോട് ഈ കഥ ഞാൻ പറയുമ്പോൾ ഭാസി ചേട്ടനെ ആദ്യം എന്നെ നിരുത്സാഹപ്പെടുത്തി. തമ്പി ആദ്യത്തെ 2 പടത്തിൽ കുറച്ച് പൈസ കളഞ്ഞു, കുറേ പൈസ കളഞ്ഞു, പിന്നെ 3ാമത്തെ പടം ചട്ടമ്പിക്കലിന് രക്ഷപ്പെട്ടു, പൈസ കിട്ടി, അത് കളയണോ? ഞാൻ ഹാസ്യം ചെയ്യുന്ന കുഴപ്പമാണ്. ഞാൻ പറഞ്ഞല്ല, ഹാസ്യം സിറ്റുവേഷൻ കോമഡി മാത്രമേ വരുള്ളൂ. ഈ ഒരു മനോരോഗി ചെയ്യുന്ന ചില പ്രത്യേകതകൾ, അതിൽ നിഷ്കളങ്കമായ ഫലിതം, അത് മാത്രമല്ല അത് വേറെ ചേട്ടൻ സാധാരണ ചെയ്യുന്ന വേഷമല്ല, ഗായകനാണ്. ആ സമയത്താണ് ഞാൻ നമ്മുടെ കാഞ്ചി മഠാധിപതി ജയേന്ദ്ര സരസ്വതി പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തിൽ ഞാൻ പ്രസംഗിച്ചു, വടക്കനാഥ ക്ഷേത്ര മൈതാനത്ത്. അപ്പോൾ അവിടെ എൻ്റെ പ്രസംഗം, ഞങ്ങളുടെ സമ്മേളനം കഴിഞ്ഞിട്ട് ഗാനമേള ഉണ്ടായിരുന്നു. അത് പാടിയത് മണ്ണൂർ രാജാവാനുണ്ണിയാണ്. അപ്പോൾ മണ്ണൂർ രാജാവിന് അവിടെ ഈ രാധിക കൃഷ്ണ രാധിക എന്നുള്ള അഷ്ടപതി പാടി. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ദേവരാജ മാഷ് ആദ്യമായിട്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ആദ്യമായിട്ട് അവസാനമായിട്ടും ഞാൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ മ്യൂസിക് ഇട്ടുള്ള ഒരു പടം മോഹിനിയാട്ടം, ദേവരാജ മാഷ്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമുള്ള പടമായതുകൊണ്ട് ഞാനൊരു പാട്ടുകാരനെ എൻ്റെ പാട്ട് കേട്ടു. അദ്ദേഹം എൻ്റെ സിനിമ സിംഗറല്ല, അദ്ദേഹം ക്ലാസിക്കൽ സിംഗറാണ്. പക്ഷേ ഒരു അഷ്ടപതി അദ്ദേഹം പാടി. അപ്പോൾ ആ അഷ്ടപതി അങ്ങനെ വെച്ചാൽ കൊള്ളുന്നുണ്ട് എനിക്ക് എൻ്റെ പടത്തിൽ. അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു, തമ്പിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ആര് വരാൻ പറ. അങ്ങനെ ആ മണ്ണൂർ രാജാവിന് പാടിയ ആ പദം തന്നെ ദേവരാജ മാഷ് രീതിയിലാക്കിയതാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന രാധിക കൃഷ്ണ രാധിക എന്നുള്ള പാട്ട്. രാധിക കൃഷ്ണ രാധിക, രാധിക കൃഷ്ണ രാധിക, തവ വിരഹേ കേശവ, രാധിക കൃഷ്ണ രാധിക, തവ വിരഹേ കേശവ, സരസമകൃണമപി മലയജ പങ്കം, പശ്യതി വിഷമിവ വപുഷി സശങ്കം, സരസമകൃണമപി മലയജ പങ്കം, പശ്യതി വിഷമിവ വപുഷി സശങ്കം, രാധിക കൃഷ്ണ രാധിക. ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പോയ പല മത്സരങ്ങൾക്കും മണ്ണൂർ രാജകുമാരനുണ്ണി മാസ്റ്ററായിരുന്നു എൻ്റെ ജഡ്ജായിട്ട് വരാറുള്ളത്. അപ്പോൾ അദ്ദേഹം അന്ന് തന്നെ എനിക്ക് എൻ്റെ പാട്ടുകളെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അന്ന് തന്നെ കേൾക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. രാധിക കൃഷ്ണ രാധിക എന്നുള്ള ഗാനം അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിൽ നിന്ന് കേട്ടപ്പോൾ മലയാളികളെല്ലാവർക്കും അതുവരെ കേൾക്കാത്ത ഒരു ശബ്ദം, അതുവരെ ആരുടെയും ഇമിറ്റേഷൻ ഇല്ലാത്തൊരു ശബ്ദം എന്നൊക്കെയാണ് അന്നത്തെ തലമുറ
ആ ഗാനത്തെക്കുറിച്ച് പറയുകയുണ്ടായിരുന്നു. നയന വിഷയമതി കിസലയതൽപം കലയതി വിഹിത കുതാശനകൽപം നയന വിഷയമതി കിസലയതൽപം കലയതി വിഹിത കുതാശനകൽപം ത്യജതി നപാനിതനേന കപോലം ത്യജതി